ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഉറപ്പിക്കാവുന്നതാണ്. CC മുകുന്ദൻ CPIയുടെ നാട്ടിക MLA BJP ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു, BJP വാഹനത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CC മുകുന്ദൻ അല്പസമയത്തിനകം തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പിൽ അദ്ദേഹം അല്പസമയം മുൻപ് അത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിനിധി അത് തൃശൂരിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്നായിരുന്നു. അത് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ BJP ഓഫീസിലേക്ക് CC മുകുന്ദൻ വാഹനത്തിൽ എത്തി എന്നാണ്. അത് BJPക്കാരുടെ വാഹനത്തിലാണ് CC മുകുന്ദൻ എത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ CC മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നത് താൻ വൈകുന്നേരത്തോടുകൂടി നിലപാട് പ്രഖ്യാപിക്കുമെന്നായിരുന്നു. സ്വാഭാവികമായി ഈ നിലപാട് പ്രഖ്യാപനം ഇത്തരത്തിൽ BJPയിലേക്കാണ് എന്ന സൂചന നമ്മൾ തന്നെയായിരുന്നു ആദ്യം ബ്രേക്ക് ചെയ്തത്. അത് കൃത്യമായ രീതിയിൽ പറഞ്ഞു വെച്ചിരുന്നത് BJPയുടെ നേതാവായിരുന്ന മുൻ CPI നേതാവ് അജിത്ത് ഇത്തരത്തിൽ സന്ദർശനം നടത്തിയെന്ന തരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും BJP ഓഫീസിലേക്ക് CC മുകുന്ദൻ എത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു. BJP ഓഫീസിൽ AN രാധാകൃഷ്ണനും ഒന്നിച്ചായിരിക്കും വാർത്താ സമ്മേളനം എന്നാണ് മനസ്സിലാക്കുന്നത്. BJPയുടെ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ അപ്ഡേറ്റ് നമുക്ക് നൽകാനാകും. എന്തായാലും BJP സ്ഥാനാർത്ഥിയായി CC മുകുന്ദൻ വരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. എന്തായാലും BJP നേതാവ് AN രാധാകൃഷ്ണ വാർത്താ സമ്മേളനം നടക്കുകയാണ് അല്പസമയത്തിനകം.